ഒരു അധ്യാപക ദിനം കൂടി വന്നു ചേർന്നിരിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നതാണല്ലോ ഭാരതീയ കാഴ്ചപ്പാട്. നമ്മുടെ ഗുരുക്കന്മാരെ ഓർക്കുവാനും അവർ നമുക്ക് പകർന്നു നൽകിയ എല്ലാ ജീവിത മൂല്യങ്ങൾക്കും അറിവുകൾക്കും നന്ദി പറയുവാനുമുള്ള ഈ ദിനത്തിൽ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ എല്ലാ അധ്യാപകർക്കും ടീം ബ്രില്യൻറ്റിന്റെ അധ്യാപക ദിനാശംസകൾ. ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ കൈകൾ തന്ന അധ്യാപകരെ ഓർക്കുന്നതിനും ആശംസകൾ കൈമാറുന്നതിനും ഒരു ദിനം. രാജ്യത്തിന്റെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5-നാണ് രാജ്യം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഭാരതത്തെ ലോകത്തിന് നെറുകയിൽ എത്തിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ചിട്ടുള്ള അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. അറിവിന്റെ മേഖലയിൽ അദ്ദേഹം വഹിച്ച പങ്കുകൾ മുൻനിർത്തിയാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം രാജ്യത്ത് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രപതിയായപ്പോൾ ശിഷ്യരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ ജന്മദിനം ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള അനുവാദം നൽകണമെന്നും അപേക്ഷിച്ചു. എന്നാൽ അദ്ദേഹം അത് സമ്മതിച്ചില്ല. ഒരു വ്യക്തിയുടെ ജന്മദിനം ഇത്തരത്തിൽ ആഘോഷിക്കുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയ അദ്ദേഹം നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ 5-ന് മുഴുവൻ അധ്യാപകർക്കും വേണ്ടി അധ്യാപക ദിനമായി ആഘോഷിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി തിരഞ്ഞെടുക്കുന്നത്. ഒരു എൻട്രൻസ് പരിശീലന കേന്ദ്രം എന്ന നിലയിൽ കണക്കാക്കുമ്പോൾ ബ്രില്യൻറ്റിലെ അധ്യാപകർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിജയക്കുതിപ്പിൽ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ കടന്നുവരുന്ന ഓരോ വിദ്യാർത്ഥിയെയും ചേർത്ത് നിർത്തി കോഴ്സ് കാലയളവ് മുഴുവനും അവർക്ക് താങ്ങായും തണലായും ബ്രില്യൻറ്റിലെ ഓരോ അധ്യാപകരും നിലകൊള്ളുന്നു. പഠന കാലയളവിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന എല്ലാ മാനസിക വെല്ലുവിളികളെയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് മോട്ടിവേഷൻ നൽകി അവരാഗ്രഹിക്കുന്ന നേട്ടത്തിലേക്ക് അവരെ കൈപിടിച്ച് കയറ്റുക എന്ന ദൗത്യമാണ് ബ്രില്യൻറ്റിലെ 400ഓളം വരുന്ന അധ്യാപകർ നിറവേറ്റി വരുന്നത്. ഒരു ടീച്ചർ എന്നതിലുപരി അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെയാണ് ബ്രില്യൻറ്റിലെ ഓരോ അധ്യാപകരും. അതുകൊണ്ട് തന്നെയാണ് അർപ്പണബോധത്തോടെ പഠിക്കുവാനെത്തുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും അവരുടെ സ്വപ്ന നേട്ടങ്ങളിലെത്താൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക, അവരെ വളർത്തിക്കൊണ്ടുവരിക, പുതുമ മങ്ങാതെ പഠിപ്പിക്കുക, വഴികാട്ടിയാകുക, ഇതൊക്കെയാണ് അധ്യാപകരുടെ ദൗത്യം. അധ്യാപനം തപസ്യയായി ഏറ്റെടുത്തവർക്കേ ഈ ബാധ്യത നിറവേറ്റാൻ സാധിക്കൂ. സ്നേഹവും സഹാനുഭൂതിയുമാണ് അധ്യാപകരുടെ മുഖമുദ്ര. അധ്യാപകർ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം. ക്ലാസ് മുറികളിലും സിലബസിലും ഒതുങ്ങരുത്. ഓരോ അധ്യാപകരും ഓരോ നിർമ്മാണശാലയാകണം. കഠിനാധ്വാനിയും വിശാല മനസ്കരുമായിരിക്കണം. കെട്ടി നിൽക്കുന്ന ജലാശയത്തിനു പകരം ഒഴുകുന്ന ഒരരുവിയായിരിക്കണം. ഇതായിരുന്നു അധ്യാപനത്തോടുള്ള ഡോക്ടർ രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാട്. കുട്ടികൾക്ക് ആത്മധൈര്യവും മൂല്യബോധവും പകർന്നു തരുന്ന ടീച്ചേഴ്സ് സമൂഹത്തിന്റെ വലിയ സമ്പത്താണ്. ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ അവരുടെ പങ്ക് ചെറുതല്ല. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ മൂല്യബോധവും അർപ്പണ മനോഭാവമുള്ള അനേകം ടീച്ചേഴ്സ് ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ അധ്യാപകർക്കും ടീം ബ്രില്യൻറ്റിന്റെ അധ്യാപക ദിനാശംസകൾ.